നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. പ്രാരംഭമായി ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഗലാത്യ ലേഖനം 6-ാം അധ്യായം 14, 15, 16 വചനങ്ങൾ വായിക്കാം. ദ ബുക്ക് ഓഫ് ഗലേഷ്യൻസ് ചാപ്റ്റർ 6 വേഴ്സസ് 14, 15 and 16 നമുക്ക് വായിക്കാം. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ മറ്റൊന്നിലും പ്രശംസിക്കുവാൻ ഇടവരാതിരിക്കട്ടെ. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പരിച്ഛേദന ഏൽക്കുന്നതോ പരിച്ഛേദന ഏൽക്കാതിരിക്കുന്നതോ അല്ല, പുതിയ സൃഷ്ടിയാകുകയാണ് പ്രധാനം. ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ ഇസ്രായേലിനും സമാധാനവും കരുണയും ഉണ്ടാകട്ടെ. ഈ വായിച്ചു കേട്ട വചനങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 2 principles of life: the cross, the new creation. ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവർക്കും സമാധാനം ഉണ്ടാകട്ടെ. എന്താണ് ഈ പ്രമാണം? ദിസ് റൂൾ ഓർ ദിസ് പ്രിൻസിപ്പിൾ, അത് പുതിയ സൃഷ്ടിയുടെ പ്രമാണമാണ്. പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. A new creation is the matter. ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ ഇസ്രായേലിനും സമാധാനവും കരുണയും ഉണ്ടാകട്ടെ. ഈ പുതിയ സൃഷ്ടിയുടെ പ്രമാണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ തുടക്കം മുതൽ ഒടുക്കം വരെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പുതിയ സൃഷ്ടിയുടെ പ്രമാണം, അതാണ് പൗലോസ് ഇവിടെ ഊന്നി പറയുന്നത്. ദ പ്രിൻസിപ്പിൾ ഓഫ് എ ന്യൂ ക്രിയേഷൻ. 2 നിയമങ്ങളാണ്, 2 പ്രിൻസിപ്പിൾസ് ആണ് ഇവിടെ പൗലോസ് പറയുന്നത്. ഒന്ന്, കാര്യമാത്ര പ്രസക്തമായ പുതിയ സൃഷ്ടിയുടെ പ്രമാണം. നാം ഒക്കെ ജീവിക്കുന്നത് പുതിയ സൃഷ്ടികളായിട്ടാണ്. എങ്കിലും പഴയ സൃഷ്ടിയുടെ സ്വഭാവം ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരാറുണ്ട്. ശരിയാണോ? ഇടയ്ക്കിടയ്ക്ക് പഴയ സൃഷ്ടിയുടെ സ്വഭാവവും കയറി വരാറുണ്ട്. അതിനെക്കുറിച്ചും കൂടെയാണ് നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. എങ്ങനെ അതിനെ ഒഴിവാക്കി ഈ പുതിയ സൃഷ്ടിയുടെ പ്രമാണത്തിൽ എങ്ങനെ ജീവിക്കാൻ കഴിയും എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. ആ പുതിയ സൃഷ്ടിയിലേക്ക് നമ്മെ നടത്തി അതിൽ നിലനിർത്തുന്നത് ക്രൂശിന്റെ പ്രമാണമാണ്. അതാണ് 14-ാം വാക്യത്തിൽ വായിച്ചത്. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത്. ആ ക്രൂശിനാൽ, അവനാലെന്നല്ല, അതിനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിന്റെ ക്രൂശ് എടുത്തുകൊണ്ട് ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്നു. അതിന്ന് എൻ്റെ ക്രൂശായിട്ട് എനിക്ക് മാറിയിട്ടുണ്ട്. ആ ക്രൂശിൻ നിമിത്തം ഐ ആം ക്രൂസിഫൈഡ് ടു ദ വേൾഡ് ആൻഡ് ദ വേൾഡ് ഈസ് ക്രൂസിഫൈഡ് ടു മീ. പ്രൈസ് ദ ലോർഡ്. ഈ കാര്യങ്ങളെ നമുക്ക് അല്പസമയം ചിന്തിക്കുന്നതിനായിട്ട് സമയമെടുക്കാം. എന്താണ് പുതിയ സൃഷ്ടി എന്ന് പറയുന്നത്? 15-ാം വാക്യത്തിൽ പുതിയ സൃഷ്ടിയെക്കുറിച്ച് നാം വായിച്ചു. ആ കാലത്ത് ക്രിസ്തീയ വിശ്വാസികളുടെ ഇടയിൽ അവർ മിക്കപേരും യഹൂദന്മാരിൽ നിന്ന് വന്നവരാണ്, പുറജാതിക്കാരിൽ നിന്ന് വന്നവരുമുണ്ട്. ഇവരുടെ ഇടയ്ക്ക് ചില ആർഗ്യുമെന്റ്സ് ഉണ്ട്. യഹൂദന്മാരുടെ പരിച്ഛേദന അഥവാ സർക്കംസിഷൻ ക്രിസ്ത്യാനികളും അനുഷ്ഠിക്കണമോ വേണ്ടയോ എന്നുള്ള ഒരു വാദപ്രതിവാദം, അങ്ങനെയുള്ള ചില ദുരുപദേശങ്ങളും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഈ വാദങ്ങൾ ഉള്ളത് കൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് സമയം കളയണ്ട. പരിച്ഛേദനയെക്കുറിച്ചും പരിച്ഛേദന ഇല്ലാത്തതിനെക്കുറിച്ചും ഒന്നും നിങ്ങൾ പറയണ്ട. ഇതൊക്കെ അപ്രധാനമായ കാര്യങ്ങളാണ്. ഒരു പുതിയ സൃഷ്ടിയായി തുടക്കം മുതൽ ഒടുക്കം വരെ ജീവിക്കുന്നതാണ് നമ്മെ സംബന്ധിച്ച് പ്രസക്തമായ കാര്യം എന്ന് പൗലോസ് ഇവിടെ ദൈവമക്കളെ ഓർമ്മിപ്പിക്കുകയാണ്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാം വാക്യം നമുക്ക് പരിചയമുണ്ട്. 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 17. അത് നമുക്കൊന്ന് വായിക്കാം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കടന്നുപോയി, ഇതാ സകലതും പുതിയതായി തീർന്നിരിക്കുന്നു. ഒരുവൻ അഥവാ ഒരുവൾ യേശുക്രിസ്തുവിലായാൽ അഥവാ പുതുതായിട്ട് ജനിച്ചാൽ, ഒരു പുതിയ സൃഷ്ടിയായി തീർന്നാൽ, അതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഒരു പുതിയ ജനനമുണ്ടായാൽ ആ വ്യക്തി ഒരു പുതിയ സൃഷ്ടിയാണ്. ഈ ഓർ ഷീ ഈസ് എ ന്യൂ ക്രിയേഷൻ. ഒരു പുതിയ സൃഷ്ടിയാണ്. ഇവിടെ ഈ വചനത്തിൽ നാം കാണുന്നത് പഴയതും പുതിയതും തമ്മിലുള്ള വ്യത്യാസമാണ്. ഓൾഡ് വേഴ്സസ് ന്യൂ. ആ ഒരു കാര്യമാണ് ഇവിടെ കാണുന്നത്. എവിടെയാണ് പുതിയ സൃഷ്ടി ആരംഭിക്കുന്നത്? നമുക്ക് പുതിയ സൃഷ്ടികളാണ്, സമ്മതിക്കുമോ?
ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. അങ്ങനൊരു പാട്ടുണ്ട്, ഐ എം എ ന്യൂ ക്രിയേഷൻ എന്നൊരു പാട്ടുണ്ട്. യെസ്. എപ്പോഴാണ് ആരംഭിച്ചത്? രക്ഷിക്കപ്പെട്ടപ്പോൾ, യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചപ്പോൾ, നമുക്കൊരു പുതിയ ജീവിതം, പുതിയ ജനനം ഉണ്ടായപ്പോൾ നാം പുതിയ സൃഷ്ടിയുടെ തുടക്കമിട്ടു. എന്ന് വെച്ചുകൊണ്ട് എല്ലാം തീർന്നില്ല. 6 വയസ്സായ കുഞ്ഞിനെ 1-ാം ക്ലാസ്സിലേക്ക് അയക്കുന്നു. ആ കുഞ്ഞിനെ സംബന്ധിച്ച് അവരൊരു പുതിയ ക്ലാസ്സിലേക്ക് കയറി, പുതിയൊരു ജീവിതത്തിന്റെ പരിപാടിയിലേക്ക് തുടങ്ങിയതാണ്. അവനെ സംബന്ധിച്ച് അവനൊരു പുതിയ വിദ്യാർത്ഥിയാണ്. പക്ഷെ 1-ാം ക്ലാസ്സിലേ ആയുള്ളൂ. ഗുണനപ്പട്ടികയും ഇംഗ്ലീഷ് മലയാളമൊന്നും എഴുതാനും ഒന്നും കാര്യമായിട്ട് അറിയത്തില്ല. അവൻ പുതിയ സൃഷ്ടിയാണ്. കുറച്ച് കാര്യങ്ങളെ അറിയാവൂ, എല്ലാം അറിഞ്ഞുകൂടാ. നാമൊക്കെ പുതിയ സൃഷ്ടികളാണ്. പക്ഷെ എല്ലാം ആയിട്ടുണ്ടോ? എല്ലാം ആയിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ കാര്യം മുമ്പോട്ട് കൊണ്ടുപോകണം. ഒരു കുഞ്ഞ് ജനിക്കുന്നു, കുഞ്ഞ് ജനിച്ചു, അതൊരു പുതിയ സൃഷ്ടിയാ, അല്ലെ? പുതിയ ജീവിതമാണ് തുടങ്ങിയത്. അതുകൊണ്ടെല്ലാം ആയോ? ആ കുഞ്ഞിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിവില്ല. സ്വന്തമായിട്ട് നടക്കാനോ കാര്യങ്ങൾ ചെയ്യാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും അതിനറിഞ്ഞുകൂടാ. എന്നാൽ ആ കുഞ്ഞ് അമ്മയപ്പന്മാരുടെ കെയറിൽ ശരിക്കും വളർന്നു വന്ന് കുറെ വർഷങ്ങൾ, 10-25 വർഷം, 20 വർഷമൊക്കെ വളർന്നു കഴിയുമ്പോഴാണ് സ്വന്തം കാലിൽ നിൽക്കാനും സ്വന്തം കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ പ്രാപ്തയായി തീരുന്നത്. ഇതുപോലെയാണ് ഈ പുതിയ സൃഷ്ടിയുടെ കാര്യവും. ഇങ്ങനെ ഞാനൊരു പുതിയ സൃഷ്ടിയാണ് എന്ന് പറയുന്നതിൽ മാത്രം നാം അപമാനിക്കരുത്. മറിച്ച് ആ പുതിയ സൃഷ്ടിക്ക് ഒരു വളർച്ച ആവശ്യമുണ്ട്. ആത്മീയമായ വളർച്ച നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമുണ്ട്. യേശുവിനെ അറിഞ്ഞു, രക്ഷിക്കപ്പെട്ടു, സ്നാനമേറ്റു, പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ചു, ദൈവമക്കളായി സഭയിലെ അംഗങ്ങളാണ്, എല്ലാം ശരിയാണ്. പക്ഷേ കാര്യങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും ഒരു ജീവിതകാലം മുഴുവനും വളർച്ചയുണ്ടായി ക്രിസ്തുവിൽ വളർന്ന് ശരിയായ പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിൽ ഒരായുഷ്കാലം ജീവിക്കണം. ഇതാണ് നമ്മുടെ മുൻപിലുള്ള വെല്ലുവിളി. ഇന്ന് രാവിലെ ആ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഗ്രോത്ത് ഈസ് എസെൻഷ്യൽ എന്ന് വെച്ചാൽ, ശ്രദ്ധിക്കണമേ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നാം പണ്ട് മുതലേ ശീലിച്ചു വളർന്ന പഴയ സ്വഭാവങ്ങൾ പുതിയ സൃഷ്ടിയായ ആ ദിവസം എല്ലാം മാറിപ്പോയിട്ടില്ല. അതെല്ലാം നമ്മളുടെ ചിന്തകളിൽ കിടപ്പുണ്ട്, നമ്മുടെ സംസാര രീതിയിൽ അതെല്ലാം കിടപ്പുണ്ട്, നമ്മുടെ കൊടുക്കൽ വാങ്ങലുകളിൽ അതെല്ലാം അതിൻ്റെയൊക്കെ ശേഷിപ്പുകൾ ഇനിയുമുണ്ട്. എല്ലാം മാറിപ്പോയിട്ടില്ല. ചിലരെ സംബന്ധിച്ച് കോപിക്കുന്ന സ്വഭാവം അത് പണ്ട് മുതലേ ഉള്ളതാണ്, അതിപ്പോഴും മാറിപ്പോയിട്ടില്ല. ഇഷ്ടമില്ലാത്തത് പറഞ്ഞാൽ പെട്ടെന്ന് മുഖഭാവം മാറും, മുഖം വീർക്കും, മുഖം കറക്കും, ചിലർ കരയും, പല പല രീതിയിൽ അതിന്റെ പ്രകടനം ഉണ്ടാകും. അതെല്ലാം കോപമാണ്. ഇത് പഴയ സൃഷ്ടിയുടെ പ്രിൻസിപ്പിളാണ്. അതിനെ ഉപേക്ഷിക്കണം. അതിനോട് ഗുഡ് ബൈ പറഞ്ഞ്, അതിനെ ഡിസ്ഓൺ ചെയ്ത് വേണ്ട എന്ന് പറഞ്ഞ് പുതിയ സൃഷ്ടിയിലേക്ക് മനസ്സ് വെച്ച്, യേശുവേ, അവിടുന്ന് എന്നെ പഠിപ്പിച്ചത് കോപ സ്വഭാവം കൊലപാതകത്തിന് തുല്യമാണ്, അതുകൊണ്ട് ഞാൻ എല്ലാ കോപവും മതിയാക്കുന്നു. ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കാനും അവരോട് സഹനം കാണിക്കുവാനും അവരോട് ക്ഷമയോടെ ഇടപെടാനും കരുണ കാണിക്കുവാനും ഒക്കെ ഞാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ആത്മാവിനാൽ എന്നെ സഹായിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കണം. പഴയ സ്വഭാവങ്ങൾ പലതുമുണ്ട്. കള്ളം പറയുന്ന സ്വഭാവം പണ്ട് മുതലേ നമുക്കൊക്കെ ഉണ്ട്. ഇപ്പോഴും ഒരുപക്ഷെ അത് പൂർണ്ണമായിട്ടും മാറിയിട്ടില്ലായിരിക്കും. ഇല്ലാത്ത കാര്യങ്ങൾ ഉള്ളതുപോലെ പറയുന്നതും ഇടയ്ക്കൊക്കെ ഒരു നമ്പർ ഇറക്കുന്നതും അതൊക്കെ ഇവിടുത്തെ പ്രയോഗങ്ങളാണ്. നമ്മുടെ നാട്ടിലെ പ്രയോഗം, ഒരു നമ്പർ ഇറക്കി ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയും. ഇതൊന്നും ദൈവമക്കൾക്ക് പറ്റുകയില്ല. നാം പുതിയ സൃഷ്ടികളാണ്. നമുക്ക് ആകെയുള്ള ഒരേ നമ്പർ സത്യത്തിന്റെ നമ്പറാണ്. വളഞ്ഞ വഴിയും കൗശലവും തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഇതൊന്നും ദൈവമക്കൾക്ക് ചേരുന്നതല്ല. സത്യത്തിന്റെ മാർഗം. ഞാൻ പറഞ്ഞത് പഴയ സൃഷ്ടി എന്ന് പറയുന്നത് യേശുവിനെ അറിയുന്നതിന് മുമ്പ് നമുക്കുള്ള പഴയ സ്വഭാവങ്ങൾ, പഴയ പരിചയങ്ങളും പഴക്കങ്ങളും മാറിപ്പോകേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ പറഞ്ഞത് പുതിയ സൃഷ്ടിയാണ് കാര്യം. ഈ പ്രിൻസിപ്പിൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് സമാധാനം ഉണ്ടായിരിക്കും. ദ പ്രിൻസിപ്പിൾ ഓഫ് എ ന്യൂ ക്രിയേഷൻ, ഒരു പുതിയ സൃഷ്ടിയുടെ പ്രമാണത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. നമ്മുടെ ചിന്തകൾ, നമ്മുടെ പഴയകാലത്തെ ചിന്തകളൊക്കെയും എനിക്ക് നേട്ടം ഉണ്ടാക്കുന്നതും എന്നെ ഉയർത്തി കാണിക്കുന്നതും ഒക്കെയാണ്. എന്നെ പ്രകടിപ്പിക്കുന്നത്, എന്നെക്കുറിച്ച് പൊങ്ങച്ചം പറയുന്നത്, ഇതൊക്കെയാണ് പഴയ വ്യക്തിയുടെ സ്വഭാവം. അനേക വിശ്വാസികളും ദൈവദാസന്മാരും ഒക്കെ ഇപ്പോഴും ഇങ്ങനെയാണ്. തങ്ങളെ തന്നെ പൊക്കി കാണിക്കുക, തങ്ങളെ മഹത്വവൽക്കരിക്കുക, തങ്ങളെ വലുതാക്കി കാണിക്കുക. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ദൃഷ്ടാന്തം.
ഞാൻ ഒരു വർഷം കൊണ്ട് ഫേസ്ബുക്ക് നോക്കാറുണ്ട് ഇടയ്ക്കൊക്കെ. അപ്പോൾ കാണാം പാസ്റ്റർമാരും വിശ്വാസികളും എല്ലാം ദിനംപ്രതി തങ്ങളുടെ പുതിയ പുതിയ ഫോട്ടോ പോസ്റ്റ് ചെയ്യുക, ഇങ്ങനെ നോക്കുന്നു, അങ്ങോട്ട് നോക്കുന്നു, ചിരിക്കുന്നു, വേറെ ഡ്രസ്സ് ഇട്ട്, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പ്രൊഫൈൽ ഫോട്ടോ മാറ്റുന്നവരുണ്ട്. എന്നാൽ ഈ പരിപാടികളൊക്കെ തങ്ങളെ തന്നെ ഉയർത്താനും 4 പേരുടെ മുൻപിൽ തങ്ങളെ ഉയർത്തി കാണിക്കാനും ബോസ്റ്റ് ചെയ്യാനുമുള്ള കാര്യങ്ങളാണ്. ഇവിടെ ദൈവദാസനായ പൗലോസ് പറയുന്നു, ഈ പഴയ സ്വഭാവങ്ങളൊക്കെ മാറിപ്പോകണം, പഴയ ചിന്താഗതികൾ മാറണം, നിങ്ങളുടെ സംസാര രീതി ഒന്ന് മാറണം. വേണ്ടതും വേണ്ടാത്തതും എല്ലാം മറ്റുള്ളവരെ കുറിച്ചുള്ള കുറ്റങ്ങളും അഭിപ്രായങ്ങളും എല്ലാം പെട്ടെന്ന് വിളിച്ചു പറയും. കഴിഞ്ഞ ദിവസം ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ സംഗതിവശാൽ പറയുകയാണ്, പൗലോസ് അപ്പോസ്തലൻ ഒരിടത്ത് എഴുതിയിരിക്കുകയാണ്, ആരുടെ മേലും വേഗത്തിൽ എന്ത് ചെയ്യരുത്, കൈവെക്കരുത്. തല്ലുന്ന കാര്യമല്ല പറയുന്നത്. ആരുടെ മേലും വേഗത്തിൽ അവരെ കൈവച്ച് ഒരു പാസ്റ്ററോ നേതാവോ ആക്കിയ പെട്ടെന്ന് ഉയർത്തിക്കൊണ്ട് വരരുത് എന്നാണ് പറഞ്ഞതിന്റെ സാരം. നമുക്ക് വേഗത്തിൽ കൈവെക്കുന്നവരാ എന്ന് വെച്ചാൽ, ഒരാളെ കുറിച്ച് എന്തെങ്കിലും കേട്ടാൽ മതി, അയാളെ നമ്മൾ വളരെ പുകഴ്ത്തി വലിയ ആളാണെന്ന് പറയും. എന്തെങ്കിലും ഒരു നെഗറ്റീവ് എന്തെങ്കിലും കിട്ടിയാൽ മതി, അയാളെക്കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞു കളയും. പെട്ടെന്ന് ഒരാളുടെ മേൽ കൈവച്ച് താഴ്ത്തുക അല്ലെങ്കിൽ ഉയർത്തുക, ഇത് ജ്ഞാനമുള്ള ഒരാളിൻ്റെ സ്വഭാവമല്ല, പുതിയ സൃഷ്ടിയുടെ സ്വഭാവമല്ല. ഞാൻ പറഞ്ഞത് പുതിയ സൃഷ്ടിയുടെ പ്രമാണം എന്നൊരു കാര്യമുണ്ട്. ദ പ്രിൻസിപ്പിൾ, ദ റൂൾ ഓഫ് എ ന്യൂ ക്രിയേഷൻ. ഇവയെല്ലാം ഗലാത്യ ലേഖനത്തിൽ തന്നെ നാം വായിക്കുന്നു. ഇതെല്ലാം ജഡത്തിന്റെ പ്രവൃത്തികളാണ്. അസൂയ, മറ്റുള്ളവർക്ക് ഉയർച്ച ഉണ്ടാകുമ്പോൾ കണ്ണുകടി, മറ്റുള്ളവരുമായിട്ട് കോമ്പറ്റീഷൻ. പഴയ സൃഷ്ടിയുടെ പ്രമാണം അത് വിട്ടുകളയണം. ദൈവം ആഗ്രഹിക്കുന്നത് പുതിയ സൃഷ്ടിയുടെ പ്രമാണമാണ്. അതാണ് സമാധാനത്തിന്റെ മാർഗം, അനുഗ്രഹത്തിന്റെ മാർഗം. ദൈവമക്കളെ, ദൈവം നമ്മളെക്കുറിച്ച് വളരെ നല്ലത് ആഗ്രഹിക്കുന്നു. ഞാൻ അതിനെക്കുറിച്ചാണല്ലോ പറഞ്ഞു വരുന്നത്. പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്നവർ. ഈ പ്രമാണം എന്ന് പറയുമ്പോൾ 14-ാം വാക്യത്തിലെ പ്രമാണവും അതിൻ്റെ കൂടെയുണ്ട്. അതിലേക്ക് ഞാൻ വരട്ടെ. എന്താണ് 14-ാം വാക്യത്തിൽ പറയുന്നത്? ക്രൂശ്, ക്രിസ്തുവിന്റെ ക്രൂശ്. അതാണ് 14-ാം വചനത്തിലെ പ്രമേയം, അവിടുത്തെ വിഷയം അതാണ്. അതും ഒരു റൂളാണ്, ഒരു പ്രിൻസിപ്പിളാണ്. ദ പ്രിൻസിപ്പിൾ ഓഫ് ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ്. പ്രൈസ് ദ ലോർഡ്. 14-ാം വാക്യം നമുക്ക് വീണ്ടും വായിക്കാം. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത്. അതിനാൽ ആ ക്രൂശിനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഓരോ ദൈവമക്കളുടെയും സാക്ഷ്യമായി ഈ വചനം തീരേണ്ടത് ആവശ്യമാണ്. എനിക്കിന്ന് പ്രശംസിക്കുവാനുള്ളത് യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ മാത്രമാണ്. ആ ക്രൂശിനാൽ ലോകം എനിക്ക് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇറ്റ്സ് എ ഡബിൾ മ്യൂച്വൽ ക്രൂസിഫിക്ഷൻ. ഈ ലോകത്തിന് എന്നോട് കാര്യമൊന്നുമില്ല, എനിക്ക് ഈ ലോകത്തോടും കാര്യമില്ല. അതാണ് അതിൻ്റെ ആശയം. ദൈവമക്കളെ, ഓരോ ദിവസവും ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം ഈ ക്രൂശിന്റെ പ്രിൻസിപ്പിളിൽ, ക്രൂശിന്റെ അതിൻ്റെ നിയമത്തിൽ അധിഷ്ഠിതമായി നാം ജീവിക്കേണ്ടത് ആവശ്യമാണ്. ക്രൂശ് എന്ന് പറയുന്നത്, യേശു ഒരു ക്രൂശ് ചുമന്നുകൊണ്ട് പോയി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതിനെക്കുറിച്ച് ഞാൻ ആ വാക്യം പിന്നീട് കാണിക്കാം. എന്നാൽ ക്രിസ്തുവിന്റെ ക്രൂശ് ഇന്ന് നാം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ക്രൂശായി അതിനെ വഹിച്ചുകൊണ്ട് പോകുവാൻ ദൈവവചനം നമ്മോട് പറയുന്നു. ക്രോസ് ബെയറിംഗ്, ക്രൂശിനെ അതിനെ വഹിച്ചുകൊണ്ട് പോവുക. പൗലോസ് പറയുന്നു, എനിക്ക് ക്രിസ്തുവിന്റെ ക്രൂശിൽ മാത്രമേ പ്രശംസിക്കുവാനുള്ളൂ. അദ്ദേഹം മറ്റൊരിടത്ത് പറയുന്നു, പ്രശംസിക്കാനാണെങ്കിൽ എനിക്ക് നിങ്ങളെ എല്ലാവരെക്കാളും അധികം വകയുണ്ട്, വകുപ്പുണ്ട്. തൻ്റെ യഹൂദ മതത്തിലെ പാരമ്പര്യവും തൻ്റെ കുടുംബത്തിലെ ആത്മീകമായ നിലവാരവും തൻ്റെ വിദ്യാഭ്യാസവും പരിചയവും പഠനവും എല്ലാം താൻ പറയുകയാണ്. ഞാൻ ഒന്നിലും കുറവുള്ളവനല്ല, എങ്കിലും ഇതിലൊന്നും ഞാൻ പ്രശംസിക്കുന്നില്ല. ഞാനതെല്ലാം ക്രിസ്തുവിന് വേണ്ടി ഉപേക്ഷിച്ചതാണ്, അതിൽ ഞാൻ പ്രശംസിക്കുന്നില്ല. ഇന്ന് ലോകം എനിക്ക് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് ക്രൂശ് എന്ന് ഞാൻ ചോദിക്കട്ടെ. വാട്ട് ഈസ് ദ ക്രോസ്? അങ്ങനെ ചോദിച്ചാൽ അത് വളരെ നിസ്സാരമായ ഒരു ചോദ്യമാണ്. ക്രൂശ് എന്താണെന്ന് നമുക്കൊക്കെ അറിയാം.
2 തടിക്കഷ്ണങ്ങൾ ചേർന്നതാണ് ക്രൂശ് എന്ന് പറയുന്നത്. അത് റോമൻ സാമ്രാജ്യത്തിൽ കർത്താവ് യേശു ഒക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ വല്ലാത്ത കുറ്റവാളികളെയും ക്രിമിനൽസിനെയും ഒക്കെ തൂക്കിക്കൊല്ലുവാൻ, അവരെ കൊല്ലുവാൻ ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമായിരുന്നു അത്. ആര് ചുമന്നുകൊണ്ട് പോകുന്നുവോ, ശ്രദ്ധിക്കണമേ, ഈ ക്രൂശ് ഒരുവൻ ചുമന്നുകൊണ്ട് പോവുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഇവൻ ചുമന്നുകൊണ്ട് പോകുന്ന ക്രൂശിൽ ഇവന്റെ അന്ത്യം ഉണ്ടാകാൻ പോവുകയാണ്. യേശുവിനെ ഒരു കുരിശ് ചുമപ്പിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടുപോയി. ക്രൂശ് വഹിക്കുക എന്നുള്ളതിനെ കുറിച്ചും ഞാനൊരു വാക്ക് പറയട്ടെ. അതിനു മുമ്പായി പൗലോസ് പറഞ്ഞ ആ വചനത്തെ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഈ ക്രൂശിൻ നിമിത്തം ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കും. യോഹന്നാന്റെ ലേഖനം, അതിന്റെ യോഹന്നാന്റെ 1-ാം പുസ്തകം 2-ാം അധ്യായം 15 മുതൽ 17 വരെ വായിക്കുമ്പോൾ എന്താണ് ലോകം എന്ന് ഇതിന്റെ അർത്ഥം എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു. നമുക്കത് വായിക്കാം. 1 John chapter 2 verses 15 to 17. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നു എങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. ലോകത്തെ സ്നേഹിക്കരുത് എന്ന് യോഹന്നാൻ പറയുന്നു. അത് മനുഷ്യരെ സ്നേഹിക്കരുതെന്നല്ല, ഈ ഭൂമിയിലെ വസ്തുക്കളൊന്നും നമുക്ക് തൊടാൻ പറ്റുകയില്ല എന്നും അങ്ങനെയൊന്നും അല്ല. മറിച്ച് ഈ ലോകത്തിന്റെ വ്യവസ്ഥിതിയുണ്ട്. ഈ ലോകത്തിന്റെ ഒരു സംവിധാനവും ഭരണവും രീതിയും അതിന്റെ ഫൈനാൻസസും ഇക്കോണമിയും ലോകത്തിന്റെ ധാരാളം നിയമങ്ങളും കാര്യങ്ങളും ഒരു ലോകം ബഹുമാനിക്കുന്ന കാര്യങ്ങളും മൂല്യങ്ങൾ കൊടുക്കുന്ന കാര്യവും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് 3 കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് യോഹന്നാൻ പറയുകയാണ്, ഈ ജഡത്തിന്റെ മോഹം, കണ്ണിന്റെ മോഹം, ജീവിതത്തിന്റെ എല്ലാ ബോസ്റ്റിങ്ങും പൊങ്ങച്ചങ്ങളും പ്രതാപങ്ങളും, തങ്ങളെ തന്നെ വലുതാക്കി കാണിക്കുന്ന ലോകത്തിന്റെ പ്രതാപവും, ഈ കാര്യങ്ങളൊക്കെയും ലോകത്തിന്റെ ഘടകങ്ങളാണ്. ശരീരത്തിന്റെ മോഹങ്ങളാകട്ടെ, സുഖമോഹങ്ങളാകട്ടെ, ശാരീരികമായ അഭീഷ്ടങ്ങളും ആസക്തികളും ആകട്ടെ, കണ്ണിന്റെ മോഹങ്ങളും കാണുന്നതൊക്കെ എനിക്ക് വേണം എന്നുള്ള ആവേശമാകട്ടെ, ഈ ലോകത്തിന്റെ പൊങ്ങച്ചവും പ്രതാപവും 4 പേരുടെ മുൻപിൽ നമ്മെ തന്നെ പ്രകടിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹമാകട്ടെ, ഇതെല്ലാം ചേരുന്നതാണ് ഈ ലോകത്തിന്റെ ആ വ്യവസ്ഥിതി എന്ന് പറയുന്നത്. ഈ ലോക മനുഷ്യർ, ദൈവത്തെ അറിയാത്തവർ, അതിനൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ ദൈവമക്കളായ നമ്മെ സംബന്ധിച്ച് നാം ഈ ലോകത്തെ സ്നേഹിക്കുന്നില്ല, മറിച്ച് കർത്താവിനെയും അവിടുത്തെ വചനത്തെയുമാണ് സ്നേഹിക്കുന്നത്. ഈ ലോകവും അതിൻ്റെ മോഹങ്ങളും എല്ലാം നശിച്ചു പോകും. ദൈവ ഇഷ്ടം ചെയ്ത് ദൈവവചനപ്രകാരം ജീവിക്കുന്നവർ എന്നേക്കും നിലനിൽക്കും. അതുകൊണ്ടാണ് നാം ദൈവവചനത്തിന് സഭയിൽ മുഖ്യത്വം കൊടുക്കുകയും അതിനെ പ്രസംഗിക്കുകയും അതിന് പ്രകാരം ജീവിക്കുവാൻ ഉത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത്. ഇവിടെ ക്രൂശിനെ വഹിക്കുന്നതിനെ കുറിച്ചും ഞാൻ 2 വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. ഒരുവൻ ക്രൂശ് വഹിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അതിൽ തന്നെ അവന്റെ മരണം സുനിശ്ചിതമാണ്. അവൻ അതിൽ മരിക്കും. യേശു ക്രൂശ് വഹിച്ചുകൊണ്ട് പോയി ആ ഗാൽഗൂഥ മലയിലൂടെ കയറിപ്പോയി. ആ മലയിൽ കൊണ്ടുപോയിട്ട് താൻ ഏത് ക്രൂശും ചുമന്നുകൊണ്ട് പോയോ ആ ക്രൂശിൽ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ അന്ത്യമുണ്ടായി. ആ ക്രൂശിൽ അവനെ കൈകൾ നീട്ടിവെച്ച് ആണിയടിച്ച്, കാലുകൾ ചേർത്ത് വെച്ച് ആണിയടിച്ച്, ആ ക്രൂശിൽ യേശുവിൻ്റെ മരണമുണ്ടായി. ക്രൂശിന്റെ അർത്ഥം അത് മരണത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് വായിക്കാം യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം. യേശുവിന്റെ ക്രൂശീകരണത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. 17ഉം 18ഉം വാക്യങ്ങൾ വായിക്കാം. ജോൺസ് ഗോസ്പൽ 19 verses 17 and 18. അവർ യേശുവിനെ ഏറ്റുവാങ്ങി താൻ തന്നെ ക്രൂശ് ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗോൽഗോത്ത എന്ന പേരുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ അവർ യേശുവിനെ നടുവിലും അവനോട് കൂടെ വേറെ 2 ആളുകളെ ഇരുവശങ്ങളിലായും ക്രൂശിച്ചു. താൻ തന്നെ തനിക്കുള്ള ക്രൂശ് ചുമന്നുകൊണ്ട് യേശു കയറിപ്പോയി. ആ മലയിൽ ചെന്നപ്പോൾ അവിടെ ആ പടയാളികൾ യേശുവിനെ ആ ക്രൂശിന്മേൽ തറച്ച് അവനെ കൊല്ലുന്നതായിട്ടാണ് നാം കാണുന്നത്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ക്രൂശിനെ കുറിച്ച് നമുക്കറിയാം. എങ്കിലും നമ്മുടെ ക്രൂശിനെ കുറിച്ച് നമുക്ക് എന്തറിയാം? ഞാനും നിങ്ങളും വഹിക്കേണ്ട ഒരു ക്രൂശ്, അതിന്മേൽ നമ്മുടെ സ്വയം, നമ്മുടെ ഈഗോ, ഞാൻ എന്ന ഭാവം ഇല്ലാതെയാകുന്നതിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? അതിനെക്കുറിച്ചുള്ള ചില വചനങ്ങൾ വീണ്ടും നമുക്ക് വായിക്കാം. നാം
ഫിലിപ്പി ലേഖനത്തിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നുണ്ട്, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം നമ്മുടെ കർത്താവായ യേശു അനുസരണമുള്ളവനായിരുന്നു. വീണ്ടും എബ്രായർ 12-ാം അധ്യായത്തിൽ വായിക്കുന്നു, സാക്ഷികളുടെ വലിയ സമൂഹം നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നു, ക്രൂശിനെ സഹിച്ച ഈ യേശുവിനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. യേശു ക്രൂശിനെ എൻജോയ് ചെയ്തില്ല, ശ്രദ്ധിക്കണമേ, യേശു ക്രൂശിനെ ആസ്വദിച്ചില്ല, മറിച്ച് അതിനെ സഹിക്കുകയാണ് ചെയ്തത്. ക്രൂശിന്റെ അനുഭവം അത്ര ആസ്വദിക്കാവുന്ന ഒരു കാര്യമല്ല. അത് വേദനയുണ്ടാക്കുന്നതും ദുഃഖവും സങ്കടവും അപമാനവും ഉണ്ടാക്കുന്ന കാര്യമാണ് ക്രൂശ് എന്ന് പറയുന്നത്. ഒരു ക്രിമിനലായി കൊല്ലപ്പെടുവാൻ ആർക്കാണ് ഇഷ്ടം? അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. പക്ഷെ ദൈവത്തിന്റെ ഹിതം അതായിരുന്നു. അതുകൊണ്ട് യേശു അതിനെ സഹിച്ചു. ഹി എൻഡ്യൂർഡ് ദ ക്രോസ്. ക്രൂശിനെ യേശു സഹിച്ചു. നമ്മുടെ ജീവിതത്തിലും കഷ്ടാനുഭവങ്ങളും ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരും. അതിനെ നാം സഹിക്കുകയാണ് വേണ്ടത്. യേശു ക്രൂശിനെ സഹിച്ചു. ഞാൻ ഒരു അച്ഛനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. വളരെ പണ്ട്, പല നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ഏതോ ഒരു മൊണാസ്ട്രിയിൽ ജീവിച്ചിരുന്ന ഒരു അച്ഛനായിരുന്നു. ഈ കത്തോലിക്കരൊക്കെ വലിയ മലമുകളിലൊക്കെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ സന്യാസ ആശ്രമങ്ങളുണ്ട്, മൊണാസ്ട്രീസ് ഉണ്ട്. അവിടെ അനേകം സഹോദരന്മാർ, അവിവാഹിതരായവർ അവിടെ ഇങ്ങനെ പാർക്കും. അവരൊക്കെ സന്യാസി വേഷമൊക്കെ ഇട്ട് ഇങ്ങനെ സന്യാസിയായിട്ട് സ്വയം ത്യജിച്ച് ഇങ്ങനെ ജീവിക്കുന്നവരാണ്. അതിൽ അച്ഛന്മാരും കാണും. അതിലൊരു അച്ഛൻ ഉണ്ടായിരുന്നു. ആ അച്ഛൻ വളരെ ദൈവഭക്തനായ മനുഷ്യനായിരുന്നു. അദ്ദേഹം ആ നാട്ടിലെ തെറ്റായ രീതികൾക്കെതിരായിട്ട് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും. എല്ലാ കൂട്ടങ്ങളിലും അദ്ദേഹം പ്രസംഗിക്കുമായിരുന്നു. എന്നാൽ ഈ ദോഷങ്ങൾ ചെയ്യുന്ന ആളുകളുടെ ഒരു ഗ്യാങ് ഉണ്ട്. അവർക്ക് അച്ഛൻ്റെ ഈ പ്രസംഗം അവർക്ക് മനസ്സിലായി തങ്ങൾക്ക് ദോഷമാകും എന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ അച്ഛനെ നശിപ്പിക്കുവാനായിട്ട് അവർ ഒരു ഉപായം കണ്ടുപിടിച്ചു. അച്ഛൻ ഏതോ ഒരു പ്രത്യേക ഒരു മീറ്റിങ്ങിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സ്ത്രീ ഒരു കൈക്കുഞ്ഞുമായിട്ട് കയറി വരുന്നു. അവരാ നാട്ടിലെ ഒരു വേശ്യയാണ്, അറിയപ്പെടുന്ന ഒരു വേശ്യാസ്ത്രീയാണ്. അവരൊന്ന് അച്ഛൻ്റെ മുമ്പിലോട്ട് ഈ കുഞ്ഞിനെ കൊടുത്തിട്ട്, ഇതാ നിന്റെ പാപത്തിന്റെ ഫലം പിടിച്ചോ എന്ന് പറഞ്ഞു. ആ കുഞ്ഞിനെ അച്ഛൻ്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചു. അച്ഛൻ ആ കുഞ്ഞിനെ വാങ്ങിച്ച് അടുത്തിരുന്ന ആളുകളെ കൊടുത്തിട്ട് അച്ഛൻ്റെ പ്രസംഗം തുടർന്നു. എന്നിട്ട് ആ കുഞ്ഞിനെ വളർത്തി എന്ന കഥ. ഒന്നും പ്രതികരിക്കാൻ പോയില്ല. ഇത് ക്രൂശിന്റെ ഒരു അനുഭവമാണ്. അദ്ദേഹം ചെയ്ത നന്മയ്ക്ക് ഒരു തിന്മ പ്രതിഫലമായിട്ട് കിട്ടുന്നു. അദ്ദേഹം ആർക്കും ഉപദ്രവം ചെയ്തില്ലെങ്കിലും പരസ്യമായി അദ്ദേഹത്തെ കൊള്ളരുതാത്തവൻ, ദുർമാർഗി എന്ന് ഉള്ള പേര് വരത്തക്കവണ്ണം ഒരു സ്ത്രീയെ ഉപയോഗിച്ച് ആ അച്ഛനെ അപമാനിച്ചു. ആ മനുഷ്യനൊന്നും പറഞ്ഞില്ല. ഞാനിങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നൊന്നും പറയാൻ പോയില്ല. ആ കുഞ്ഞിനെ വളർത്തി. പിന്നെ കുഞ്ഞ് വളർന്ന് വലുതായി പോയി. കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഒരിക്കൽ ഈ സ്ത്രീ പള്ളിയിൽ കയറി വന്ന് പരസ്യമായി മാപ്പ് പറഞ്ഞു. എന്നോട് ക്ഷമിക്കണം, ഇദ്ദേഹം നിരുപദ്രവകാരിയാണ്, അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല, ഞാനാണ് തെറ്റ് ചെയ്തത്. അത് ഞാൻ ഈ അച്ഛനെ പരിഹസിക്കാനും അപമാനിക്കാനും വേണ്ടി വേറെ ചിലരെന്നെ വിട്ടതാണ് എന്ന് പറഞ്ഞ് പരസ്യമായി അവർ മാപ്പ് പറഞ്ഞു. ഞാൻ പറഞ്ഞതിന്റെ സാരം, ക്രൂശിന്റെ വഴി എന്ന് പറയുന്നത്, ക്രോസ് ബെയറിങ്, ക്രൂശിനെ സഹിക്കുക എന്ന് പറയുന്നതിൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അപമാനമായിട്ട് അത് വരാം. അതിന്റെ പ്രായോഗിക അർത്ഥം പറഞ്ഞാൽ അതിൽ അപമാനമുണ്ട്. എൻ്റെ മാന്യതയും എൻ്റെ മഹത്വവും ഇല്ലാതെയായി പോകും. അദ്ദേഹത്തെ സംബന്ധിച്ച് പെട്ടെന്നൊരു നിമിഷം അപ്രതീക്ഷിതമായി പരസ്യമായി സമൂഹത്തിന്റെ മുമ്പിൽ അദ്ദേഹം ഒരു നെഗറ്റീവായ ഒരു റിമാർക്കുള്ള മനുഷ്യനായി, എല്ലാവരും കണ്ണു ചൊളിക്കുന്ന, കുറ്റപ്പെടുത്തുന്ന മനുഷ്യനായി തീർന്നുവെങ്കിലും തന്നെ ന്യായീകരിക്കാനോ ഒന്നും അദ്ദേഹം പോയില്ല. ദൈവത്തിന്റെ സമയത്ത് ദൈവം അദ്ദേഹത്തെ ന്യായീകരിച്ചു. ക്രൂശിനെ ചുമക്കുന്ന ആ അനുഭവം, ക്രോസ് ബെയറിംഗ് എന്ന് പറയുന്നത്, അത് മരണത്തിലാണ് കലാശിക്കുന്നത്. നമ്മുടെ സ്വന്തം ജീവിതം, നമ്മുടെ സ്വന്തം മാന്യതയും മഹത്വവും അതിന് മരിക്കുകയാണ് അതിൻ്റെ പ്രായോഗികമായ അർത്ഥം. ക്രൂശിന്റെ ആ പ്രിൻസിപ്പിളിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ദ പ്രിൻസിപ്പിൾ, ദ റൂൾ ഓഫ് ദ ക്രോസ്. അതിന്റെ മുഖ്യത്വമാണ് പൗലോസ് ഗലാത്യർ 6-ാം അധ്യായത്തിൽ ചൂണ്ടിക്കാണിച്ചത്. പുതിയ സൃഷ്ടിയുടെ പ്രമാണം അത്യന്തം ഉന്നതമാണ്. ക്രൂശിന്റെ പ്രമാണവും അതുപോലെ തന്നെ ഉന്നതമാണ്. പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ ദൈവവചനത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്ന ചില വചനങ്ങൾ നമുക്ക് വായിച്ചു നോക്കാം. അതിൽ ഒരെണ്ണം ഞാൻ ആദ്യം പറയാം. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ഉം 27-ഉം വാക്യങ്ങൾ. എന്താണ് ക്രൂശ് എടുക്കുന്നതിൻ്റെ പ്രായോഗിക അർത്ഥം
അതിൻ്റെ അർത്ഥം സ്വയത്തിന് മരിക്കുക എന്നുള്ളതാണ്. ഡൈയിങ് ടു മൈസെൽഫ്, മൈ ഈഗോ. ലൂക്കോസ് 14:26-27 വായിക്കാം. ഒരുവൻ എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും വെറുക്കാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. തൻ്റെ ക്രൂശ് എടുത്ത് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. യേശുവിന്റെ ശിഷ്യനായിരിക്കാൻ ഒരുവന് കഴിയണമെങ്കിൽ മിനിമം കണ്ടീഷൻ, തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ അവൻ ചെല്ലണം. ആ ക്രൂശ് അവൻ്റെ സ്വയത്തിൻ്റെ മരണത്തെ ഉറപ്പുവരുത്തുന്ന ഒരു ആയുധമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഇറ്റ് ഈസ് നോ ലോങ്ങർ ഐ ഹു ലിവ് ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവാണ്. ഞാൻ ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾക്ക് ചിലർക്ക് ഇത് പുതിയ ഒരറിവായിരിക്കും. ഇങ്ങനെ ഒരു കാര്യം ബൈബിളിൽ ഉണ്ടോ എന്നൊരു പക്ഷെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കാം കേൾക്കുന്നത്. യേശു പറഞ്ഞു, തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ ഒരുവൻ അനുഗമിക്കാത്ത പക്ഷം അവൾക്ക് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുന്നതല്ല. സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കണം എന്നാണ് യേശു പറഞ്ഞത്. ആ വചനം അണ്ടർലൈൻ ചെയ്തുകൊള്ളുക. സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കുക. എന്താണ് അതിൻ്റെ അർത്ഥം? ഹേറ്റിംഗ് അവർ ഓൺ ലൈഫ്സ്. സ്വന്തം ജീവൻ എന്നതിൻ്റെ ആശയം നമ്മുടെ സ്വന്തം അഭിമാനം, ഈഗോ, സ്വയം, ഞാൻ, എന്നെക്കുറിച്ചുള്ള പൊങ്ങച്ചവും ബോസ്റ്റിങ്ങും, എൻ്റെ മഹത്വം, എൻ്റെ മാന്യത, എൻ്റെ പ്രശംസ, ഇതെല്ലാം ഈ സ്വയം എന്ന് പറയുന്നതിലുണ്ട്. നമ്മെ തന്നെ വെറുത്ത്, നമ്മുടെ സ്വയത്തെ വെറുത്തുകൊണ്ട് യേശുവിനെ അനുഗമിക്കുവാൻ ദൈവം ഇന്ന് രാവിലെ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. യെശയ്യാവിന്റെ പുസ്തകം 53-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് പരിചയമുള്ള ഒരു വചനഭാഗമുണ്ട്. അതിൻ്റെ 12-ാം വചനം, ഐസിയ 53:12. അവിടെ പറയുന്നു, യേശു തൻ്റെ പ്രാണനെ മരണത്തിലേക്ക് ഒഴുക്കിക്കളഞ്ഞു. He poured out his soul life to death. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആർക്കെങ്കിലും നിങ്ങളെ കളിയാക്കാൻ സാധിക്കുമോ? ആരെങ്കിലും നിങ്ങളെ കളിയാക്കുകയോ ചീത്ത വിളിക്കുകയോ ചെയ്താൽ എന്തായിരിക്കും പ്രതികരണം? എന്നോട് പറയണ്ട, മനസ്സിൽ കരുതിയാൽ മതി. സ്വയത്തിന് മരിച്ചവർക്ക് അവിടെ മിണ്ടാതെ സ്തോത്രം ചെയ്യാൻ സാധിക്കും. എന്നാൽ സ്വയം സജീവമായിരിക്കുന്നവർക്ക് ഉള്ളിൽ വർക്കൗട്ട് ചെയ്ത് വരും. തിരിച്ചടിക്കാൻ, രണ്ട് പറയാനും തെളിയിക്കാനും അങ്ങനൊന്നും അല്ല, ഞാൻ ഓൾറൈറ്റ് ആണെന്ന് പറയാനുമുള്ള ഉത്സാഹം ഉള്ളിൽ നിന്ന് വരും. അതാണ് സ്വയത്തിൻ്റെ അടയാളം. ആരെങ്കിലും നിങ്ങളെ കളിയാക്കുകയോ നിങ്ങളെ കുറ്റപ്പെടുത്തുകയോ തിരുത്തുകയോ വഴക്ക് പറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ റിയാക്ഷൻ എങ്ങനെയാണ്? അത് സഹിക്കാൻ കഴിയുമോ? പറഞ്ഞ ആളിനോട് താങ്ക്സ് പറയാൻ പറ്റുമോ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ? പ്രിയപ്പെട്ടവർ, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറേണ്ടിയിരിക്കുന്നു. എന്നെ ആർക്കും തിരുത്താം, എന്നെ ആർക്കും പരിഹസിക്കാം, എന്നെ ആർക്കും കളിയാക്കാം, എന്നെ ആർക്കും കുറ്റം പറയാം. ഇങ്ങനെയുള്ളൊരു നിലപാട് നമുക്ക് ആവശ്യമാണ്. യേശുവിനെ ഇത്രയൊക്കെ പങ്കപ്പാടുകൾ വരുത്തിയിട്ടും, ആണികളടിച്ച് ഉപദ്രവിക്കുകയും കൊല്ലുകയോ ഒക്കെ ചെയ്തിട്ടും അവിടെ ഒന്നും സ്വയം ന്യായീകരിക്കുകയോ ഒന്നും യേശു ചെയ്തില്ല. എനിക്കും നിങ്ങൾക്കും വേണ്ടി താൻ അതൊക്കെയും സഹിക്കുകയാണ് ചെയ്തത്. യേശുവിൻ്റെ മാതൃക നമുക്ക് അനുകരിക്കുവാൻ സാധിക്കും. പഴയ നിയമത്തിൽ അനേകം ദൈവഭക്തന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. അവരൊക്കെയും ഈ ക്രൂശിന്റെ അനുഭവത്തിൽ കൂടെ പോയിട്ടുള്ളവരാണ്. യോസേഫിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. സഹോദരന്മാർ അദ്ദേഹത്തോട് പിണങ്ങി. സഹോദരന്മാർ യോസേഫിനോട് അസൂയ പിടിച്ചു. അവനെ കൊല്ലാൻ ശ്രമിച്ചു. അടിമയായി വിറ്റുകളഞ്ഞു. എങ്കിലും അവരോടൊന്നും ഈ യോസേഫിന് പ്രതികാര ബുദ്ധിയും തിരിച്ചടിക്കാനുള്ള ആഗ്രഹവും വിരോധവും ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം യോസേഫ് തൻ്റെ സ്വയത്തിന് മരിച്ച്, നാം പറയുന്ന അർത്ഥത്തിൽ ആ രീതിയിൽ അദ്ദേഹത്തിന് അന്ന് ബൈബിളിലെ വചനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും അതിൻ്റെ ആന്തരിക അർത്ഥം അദ്ദേഹം മനസ്സിലാക്കി. അതുകൊണ്ടാണ് യോസേഫ് സഹോദരന്മാരോട് വിരോധമില്ലാതെ അവസാനവും അവർക്ക് നന്മ ചെയ്തു കൊടുത്തത്. മോശയെക്കുറിച്ചും അങ്ങനെ പറയാം. മോശയെ ആളുകൾ കുറ്റപ്പെടുത്തി. തൻ്റെ സഹോദരനും സഹോദരിയും ഒരിക്കൽ തനിക്കെതിരായിട്ട് ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. വേറെ നേതാവിനെ നിയമിച്ച് മടങ്ങിപ്പോവാൻ ശ്രമിച്ചു. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും മോശെ ദൈവമുമ്പാകെ പോയി ഓരോ പ്രാവശ്യവും വീണ് പ്രാർത്ഥിക്കുന്നതാണ് നാം കാണുന്നത്. തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ, തന്നെ പരിഹസിച്ചപ്പോൾ മോശെ തിരിച്ചടിച്ചില്ല, ദൈവമുമ്പാകെ പോയി പ്രാർത്ഥിച്ചു. ഇത് സ്വയത്തിന് മരിച്ച
ഒരാളിൻ്റെ അടയാളമാണ്. പ്രതികരിക്കുകയോ ചെയ്യാതെ ദൈവമുമ്പാകെ കാര്യങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നത് ക്രൂശിൻ്റെ അനുഭവത്തിൻ്റെ അടയാളമാണ്. ദൈവമേ, ക്രൂശിൻ്റെ അനുഭവത്തിലേക്ക് എന്നെ നടത്തണമേ. എൻ്റെ സ്വയത്തിന് മരിച്ച് ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്, എൻ്റെ സ്വയമല്ല, എൻ്റെ ഈഗോ അല്ല എന്ന് പറയുവാൻ എന്നെ സഹായിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാമോ? ഹോശേയ പ്രവാചകനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹോശേയ തൻ്റെ സ്വയത്തിന് മരിച്ച ഒരു പ്രവാചകനായിരുന്നു. ഹോശേയോട് ദൈവം പറഞ്ഞു, ഇസ്രായേൽ ജനങ്ങളെ ഒരു പാഠം പഠിപ്പിക്കുവാൻ വേണ്ടി നിന്നെ ഒരു ഓബ്ജക്റ്റ് ലെസനാക്കി ഞാൻ ഉപയോഗിക്കാൻ പോവുകയാണ്. നീ പോയി വേശ്യാവൃത്തിയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞു. അത് സാധാരണ മനുഷ്യർക്ക് പ്രയാസമുള്ള കാര്യമാണ്. എങ്കിലും ഹോശേയ അത് ചെയ്തു. ദൈവം പറഞ്ഞതനുസരിച്ചു. ദൈവജനത്തെ തൻ്റെ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിൽ ചില പാഠങ്ങൾ പഠിപ്പിക്കുവാനും സംസാരിക്കുവാനും ഹോശേയ്ക്ക് കഴിഞ്ഞു. ദൈവത്തിന്റെ ദാസന്മാരൊക്കെയും തങ്ങളുടെ സ്വയത്തിന് മരിച്ച് ദൈവത്തിന് ജീവിച്ചവരായിരുന്നു. നമ്മുടെ കർത്താവായ യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ, ജനനം മുതൽ മരണം വരെയും അപമാനഭാരം പേറിയാണ് താൻ ജീവിച്ചത്. ഒരു ദരിദ്ര കുടുംബത്തിൽ ഒരു പാവപ്പെട്ടവനായി ജനിച്ച് അപമാനിതനായി ജീവിച്ചു വളർന്ന് നിന്ദ്യമായ ഒരു ക്രൂശ് മരണം, ക്രിമിനൽസിന്റെ കൂടെ കൊല്ലപ്പെടുവാൻ ഇടയാകുന്ന ഒരു അവസരം യേശുവിനുണ്ടായി. അങ്ങനെ യേശു മരിച്ചു, തൻ്റെ സ്വയത്തിന് മരിച്ചു. പിതാവിന്റെ ഇഷ്ടം മാത്രമേ തനിക്ക് വിഷയമായിരുന്നുള്ളൂ. അതാണ് കാരണം. അപ്പോസ്തലനായ പൗലോസും അങ്ങനെ തന്നെ ആയിരുന്നു. പൗലോസ് പറയുന്ന അനേക വചനങ്ങൾ അങ്ങനെയാണ്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എനിക്ക് പ്രശംസിപ്പാൻ ക്രൂശിൽ മാത്രമാണുള്ളത്. പ്രിയ സഹോദരന്മാരെ, ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. നാം ഓരോരുത്തരും ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ക്രൂശ് എടുത്ത് യേശുവിനെ അനുഗമിക്കുവാൻ നാം അഭ്യസിക്കണം. അത് തടി കൊണ്ടൊരു കുരിശുണ്ടാക്കി തോളത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാര്യമല്ല, മറിച്ച് ആന്തരികമായ ക്രൂശീകരണത്തിൻ്റെ ഒരനുഭവം, വേദനയുടെയും സഹനത്തിൻ്റെ ഒരു അനുഭവമാണ്. നമുക്ക് ചില വചനങ്ങൾ വായിക്കാം. നമ്മുടെ കർത്താവ് തന്നെ നമ്മെ പറഞ്ഞ് പഠിപ്പിച്ച ചില കാര്യങ്ങളാണ്. 4 വചനങ്ങൾ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 38-ഉം 39-ഉം വാക്യങ്ങൾ ആദ്യം വായിക്കാം. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 10 verses 38 and 39. തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. തന്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും. ഞാൻ നിമിത്തം തന്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. ഇവിടെ ക്രൂശ് എടുത്ത് യേശുവിനെ അനുഗമിക്കുവാൻ യേശു നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. തൻ്റെ ശിഷ്യരായിപ്പാൻ ആഗ്രഹിക്കുന്ന നമ്മെ ഓരോരുത്തരോടുമാണ് യേശു അത് പറയുന്നത്. നിങ്ങളുടെ സ്വയത്തിന്, നിങ്ങളുടെ ഈഗോയ്ക്ക്, പൊങ്ങച്ചത്തിന്, അഹന്തയ്ക്ക് നിങ്ങൾ മരിക്കണം. ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന് ഏറ്റു പറയുവാൻ സാധിക്കണം. ഇനിയും മാത്യൂസ് ഗോസ്പൽ അതിൻ്റെ ചാപ്റ്റർ 16 verses 24 and 25 വായിക്കാം. 16-ാം അധ്യായം 24-ഉം 25-ഉം. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ സ്വയം ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഇവിടെ യേശു പറയുന്നത് ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ. അവിടെ വ്യക്തിപരമായ ചോയ്സ് ആണ്, നാം തന്നെ തിരഞ്ഞെടുക്കുന്നത്. യേശു ആരെയും നിർബന്ധിച്ച് എൻ്റെ ശിഷ്യനാകണമെന്ന് ആരോടും പറയുന്നില്ല. നിനക്ക് ശിഷ്യനാകാൻ മനസ്സുണ്ടെങ്കിൽ നീ ഇന്നത് ചെയ്യണം. ഇഫ് യു വുഡ് ലൈക്ക് ടു കം ആഫ്റ്റർ മീ, ഫോളോ മീ, ദെൻ യു മസ്റ്റ് ഡു ദിസ്. നിന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കണം. നിന്റെ സ്വയത്തിനും ഈഗോയ്ക്കും പൊങ്ങച്ചത്തിനും നീ മരിച്ച് താഴ്മയോടെ ജീവിക്കണം എന്ന് യേശു പറഞ്ഞു. ഇനിയും മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 34-ാം വചനം വായിക്കാം. മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 8 verse 34. പിന്നെ അവൻ ജനക്കൂട്ടത്തെയും തന്റെ ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ച് അവരോട് പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ സ്വയം ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിക്കുവാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. ആരെങ്കിലും എനിക്കും സുവിശേഷത്തിനും വേണ്ടി തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. ഈ വചനത്തിലും യേശു പറയുന്നൊരു കാര്യമുണ്ട്. അവൻ സ്വയം ത്യജിക്കണം. He must deny himself. He must deny himself. എന്താണ് സ്വയം ത്യജിക്കുക എന്ന് വെച്ചാൽ? ഞാനും നിങ്ങളും നമ്മുടെ ഈഗോ, നമ്മുടെ സ്വയം, നമ്മുടെ പൊങ്ങച്ചം, നാം കരുതുന്ന നമ്മുടെ അഭിമാനം, അതിന് മരിക്കുക. എങ്കിൽ മാത്രമേ മറ്റുള്ളവർ പരിഹസിക്കുമ്പോൾ, കുറ്റം പറയുമ്പോൾ, വഴക്ക് പറയുമ്പോൾ സ്തോത്രത്തോടെ സഹിക്കുവാൻ പറ്റുള്ളൂ.
ദൈവമേ, അവിടുന്ന് അനുവദിച്ചിട്ടാണ് ഇയാൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ ഞാൻ തിരുത്തിക്കോളാം എന്ന് പറഞ്ഞത് അംഗീകരിക്കണം. അതാണ് അനുഗ്രഹത്തിന്റെ മാർഗം. പ്രൈസ് ദി ലോർഡ്. ഇനിയും അവസാനമായിട്ട് ഒരു വചനം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 23-ാം വചനം. ലൂക്ക് 9:23. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ സ്വയം ത്യജിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. അവിടെ അതേ കാര്യം തന്നെയാണ് പറയുന്നതെങ്കിലും ലൂക്കോസ് പറയുമ്പോൾ ഒരു ചെറിയ വ്യത്യാസം അവിടെ ഉണ്ട്. ഒരു വ്യക്തത കൂടുതലായിട്ട് വരുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ നാൾ തോറും എന്നൊരു വാക്കും കൂടെ അവിടെ ചേർത്തിട്ടുണ്ട്. ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ആഗ്രഹിച്ചാൽ അവൻ എന്ത് ചെയ്യണം? തന്നെത്താൻ ത്യജിച്ച് നാൾ തോറും ക്രൂശ് എടുത്ത് യേശുവിനെ അനുഗമിക്കണം. അപ്പോൾ ക്രോസ് പെയറിങ്, ക്രൂശ് എടുത്ത് യേശുവിനെ അനുഗമിക്കുക, അവന്റെ ശിഷ്യനായി തീരുക എന്ന് പറയുന്നത് നാൾ തോറും ചെയ്യേണ്ട ഒരു ഡെയിലി ഡ്യൂട്ടിയാണ്. ഇറ്റ്സ് എ ഡെയിലി ഡ്യൂട്ടി ഫോർ എവരി ക്രിസ്ത്യൻ. ഓരോ ദൈവ പൈതലും ക്രിസ്ത്യാനിയും ദിനം പ്രതി തൻ്റെ ജീവിതകാലത്ത് ചെയ്യേണ്ട, അനുവർത്തിക്കേണ്ട ഒരു കാര്യമാണ് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് തൻ്റെ സ്വയത്തെ അതിലർപ്പിച്ച് ക്രിസ്തുവിനായി ജീവിക്കുക. യേശുവേ, എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ അഭിമാനമല്ല, എൻ്റെ മഹത്വമല്ല, അങ്ങയുടെ മഹത്വവും അങ്ങയുടെ രാജ്യവും അങ്ങയുടെ നീതിയും അങ്ങയുടെ അഭിമാനവുമാണ് എനിക്ക് പ്രശ്നം. ദൈവരാജ്യമാണ് എനിക്ക് ഒന്നാം സ്ഥാനത്ത്. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ഇന്ന് രാവിലെ കർത്താവ് മുഖ്യമായ ഒരു കാര്യമാണ് നമ്മോട് പറഞ്ഞത്. ദ പ്രിൻസിപ്പിൾ ഓഫ് ദ ക്രോസ്, ദ പ്രിൻസിപ്പിൾ ഓഫ് ന്യൂ ക്രിയേഷൻ. ഈ പുതിയ സൃഷ്ടിയുടെ പ്രിൻസിപ്പിൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പുതിയ സൃഷ്ടിയുടെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു, വളരുന്നുണ്ട്. എന്നാൽ ക്രൂശിന്റെ അനുഭവമാണ് അതിനെ വളർത്തി അതിൻ്റെ പരിസമാപ്തിയിൽ കൊണ്ടുവരാൻ സഹായിക്കുന്നത്. ക്രൂശിന്റെ വചനം നാം ഏറ്റെടുത്ത് നമ്മുടെ സ്വയത്തിനു മരിച്ച് ദിനംപ്രതി ക്രിസ്തുവിനെ പിന്നാലെ അനുഗമിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് കാലാന്തരത്തിൽ നല്ല ഒരു പുതിയ സൃഷ്ടിയായി കർത്താവിന് മുമ്പിൽ നിൽക്കുവാൻ സാധ്യമല്ലാതെ വരും. ദിനംപ്രതി ക്രൂശ് എടുത്തുകൊണ്ട് യേശുവിനെ അനുഗമിക്കുന്ന, ഞാനല്ല ക്രിസ്തുവാണ് എന്ന് പറയുന്ന അനുഭവം നമ്മെ പുതിയ സൃഷ്ടിയുടെ മഹത്വകരമായ അനുഭവത്തിലേക്ക് വഴി നടത്തി കാലം ചെല്ലും തോറും, നമുക്ക് വയസ്സ് കൂടി വരും തോറും, വർഷങ്ങൾ കഴിയും തോറും നമ്മുടെ ആത്മീയ ജീവിതം തേജസ്സുള്ളതും മഹത്വമുള്ളതും മറ്റുള്ളവർക്ക് അനുഗ്രഹമുള്ളതുമായി മാറും. അത് പുറമേ കാണിക്കുന്ന ഒരു ഷോ അല്ല, അത് ആന്തരികമായി ദൈവം ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. ദൈവമേ, എനിക്ക് ഉള്ളിലില്ലാത്ത ഒരു ആത്മീയതയും പുറമേ കാണിക്കുവാൻ എനിക്കിടയാകരുതേ എന്ന് ആര് പ്രാർത്ഥിക്കും? അങ്ങയുടെ മുമ്പാകെ താഴ്മയോടെ ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ. ഗലാത്യർ 6-ാം അധ്യായത്തിൽ നാം ആദ്യം വായിച്ച ആ വചനം പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടിയാണ് കാര്യമായിട്ടുള്ളത്. ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവർക്കും സമാധാനവും കരുണയും ഉണ്ടാകട്ടെ. നമുക്ക് നമ്മോട് തന്നെ പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകാം. ഞാനൊരു പുതിയ സൃഷ്ടിയാണ്, ഞാൻ പഴയ ആളല്ല, ഞാൻ ക്രിസ്തുവിൻ്റെ പിന്നാലെ എൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് അതിന്മേൽ ദിനംപ്രതി എൻ്റെ സ്വയത്തെ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നു. യേശുവാണ് എനിക്ക് മുഖ്യമായ വ്യക്തി. യേശുവിനായിട്ട് ജീവിക്കുവാൻ, അവിടുത്തെ മഹത്വം അന്വേഷിക്കുവാൻ, എൻ്റെ പേരും സ്ഥാനവും മഹത്വവും മാനവും അഭിമാനവും ഒന്നും അല്ല, യേശുവിൻ്റെ നാമത്തിന് മഹത്വം വരുത്തിക്കൊണ്ട് ജീവിപ്പാൻ, ആ പുതിയ സൃഷ്ടിയുടെ പ്രമാണത്തിൽ ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ. പ്രൈസ് ഗോഡ്. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ.